ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ ഗ്രേറ്റ് ഈഗിൾ ടെക് മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ ബിഫോർ ദ ബെൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച എനിക്ക് മൂന്നാല് ദിവസം രണ്ട് മൂന്ന് ദിവസം വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം ഞാനൊരു പോഡ്കാസ്റ്റിന്റെ ആവശ്യത്തിന് വേണ്ടി കൊച്ചിയിലായിരുന്നു. അവിടെ നിന്നൊരു വേറൊരു പോഡ്കാസ്റ്റിന്റെ ആവശ്യം തൃശ്ശൂരായിരുന്നു. അതിനുശേഷം ഞാനൊരു ട്രിപ്പ് എടുത്തു. എന്താ പറയുക, എനിക്കൊരു കുറെ നാളായി ഈ ഒരു ഇറിറ്റേഷൻ ഈ മാർക്കറ്റിൽ കിടക്കുകയാണ്. കാരണം മാർക്കറ്റ് മൂവ് ചെയ്യുന്നില്ല, വല്ലാത്തൊരു ഡേഞ്ചറസ് റേഞ്ചിൽ കിടന്ന് കളിക്കുന്ന, ഓപ്ഷൻസിന്റെ പ്രൈസ് മൂവ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ ഒരു ഗ്യാപ്പ് നമുക്ക് എടുത്തിട്ട് പിന്നെ ഒന്ന് ട്രേഡ് ചെയ്യാവുന്ന രീതിയിലൊക്കെ ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ ഒരു ഗ്യാപ്പ് ഒക്കെ എടുത്തു. ആ ഗ്യാപ്പ് എല്ലാം എടുത്ത് തിരിച്ചിന്ന് നാട്ടിലേക്ക് കാല് കുത്തി. അപ്പോൾ വിചാരിച്ചു ഒന്ന് വീഡിയോ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് വിചാരിച്ച് നല്ലൊരു സൺഡേയിൽ എൻ്റെ ഒരു മാർക്കറ്റ് പ്രൊഫൈൽ ഒരു വ്യൂ വരെയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് മാർക്കറ്റ് പ്രൊഫൈലിൽ ആദ്യം വീക്കിലിയുടെ ഒരു വ്യൂ വന്നതിന് ശേഷം ആ വീക്കിലി വ്യൂ വച്ചുകൊണ്ട് നമുക്ക് മാർക്കറ്റിന്റെ ഡെയിലി വ്യൂവിലേക്കും ബാക്കിയുള്ള പ്രീ മാർക്കറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗ്രേറ്റ് ഈഗിൾ ടെക്കിന്റെ പ്രീ മാർക്കറ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നോക്കേണ്ടത് നമ്മുടെ നിഫ്റ്റി ഇന്ന് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ നോക്കിയത് നിഫ്റ്റി അറിയാൻ പറ്റും. നിഫ്റ്റി നിഫ്റ്റി ഒരു ഹയർ ടൈം ഫ്രെയിം 25,650 800 ഭാഗത്തൊക്കെ ഓപ്പൺ ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്ന് 25,324 ഭാഗത്തൊക്കെ നിഫ്റ്റി വന്നിട്ട് വീണ്ടും 25,467 മുകളിലാണ് നിഫ്റ്റി ക്ലോസ്. നിഫ്റ്റി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേയിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും തിങ്കളാഴ്ച മാർക്കറ്റ് തിങ്കളാഴ്ച മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തത്. ഓപ്പൺ ചെയ്തതിനു ശേഷം ഓപ്പൺ ചെയ്ത ഹൈക്ക് മുകളിൽ ഒരു ടിക്ക് പോയി. സോ ഇറ്റ്സ് എ ഫെയിൽഡ് ഓപ്ഷൻ ആണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫെയിൽഡ് ഓപ്ഷൻ ആണ് സംഭവിച്ചത്. മോൾ സൈഡിൽ ഒരു ഫെയിൽഡ് ഓപ്ഷൻ, വീക്കിലി ഫെയിൽഡ് ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതൊരു നെഗറ്റീവായ ഒരു സിഗ്നിഫിക്കൻ ആണ്. അതായത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനിയും താഴേക്ക് പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നു. ബാങ്ക് നിഫ്റ്റി എവിടെയാണ്? ബാങ്ക് നിഫ്റ്റി എന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഡേയുടെ ഹൈക്ക് മുകളിൽ ചെറിയൊരു ടിക്ക് മുകളിലേക്ക് പോയി, തിരിച്ച് താഴേക്ക് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ഒരു ടിക്ക് മൺഡേയിൽ 57,614.5 ആയിരുന്നു ഹൈ വന്നത്. പക്ഷേ വെനസ്ഡേ 57,628.40 ഹൈ വന്നു. ചുരുക്കി പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി ഒരു ഫെയിൽഡ് ഓപ്ഷൻ ഡൗൺ ഡേ ആണ്. നിഫ്റ്റി ആണെങ്കിൽ നോർമൽ വേരിയേഷൻ വീക്ക് ആണ്. ബാങ്ക് നിഫ്റ്റി ഫെയിൽഡ് ഓപ്ഷൻ വീക്ക് സംഭവിച്ച ഒരു വീക്കും ആയിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്തുകൊണ്ട് ഇപ്പൊ ആ രീതിക്ക് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മളെ മാർക്കറ്റ് ക്ലോസ് ചെയ്ത സമയത്ത് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കഴിഞ്ഞ പ്യൂർലി ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ എസ്റ്റേയും ഡൗൺ ഡേയും, നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. സോ POC വീക്കിൽ നിൽക്കുന്ന നിഫ്റ്റിയുടെ POC നിൽക്കുന്ന വീക്കിലേക്ക് 25,525 ഭാഗത്തൊക്കെയാണ് POC നിൽക്കുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്നത് എത്രയാണ്? 57,423 ഭാഗത്ത്. അപ്പൊ ന്യൂട്രൽ എസ്റ്റേയും ഡൗൺ ആയതുകൊണ്ട് ബാങ്ക് നിഫ്റ്റിക്ക് വേണമെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് റിട്രേസ്മെന്റ് തരാനുള്ള ചാൻസ് കൂടും. ചുരുക്കി പറഞ്ഞാൽ 57,423 ഭാഗത്തൊക്കെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ഒരു 57,600 മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു ബെയറിഷ് ട്രേഡിലേക്കുള്ള ഒരു വീക്കിലി പൊസിഷൻ നിങ്ങൾക്ക് ഇവിടെ ബിൽഡപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ബാങ്ക് നിഫ്റ്റി ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്നതുകൊണ്ട് ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരം മാർക്കറ്റ് ഒരു ഓപ്ഷൻ മുകളിൽ ഫെയിൽ ആയി. അപ്പൊ റിവേഴ്സ് പൊസിഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ റിവേഴ്സ് പൊസിഷൻ ടാർഗറ്റ് തരണം. അതാണ് ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരം മാർക്കറ്റിൽ വരുന്നത്. സോ ആ ഫെയിൽഡ് ഓപ്ഷൻ തന്നത് പ്രകാരം അവന് ടാർഗറ്റ് തരാനുണ്ട് ബാങ്ക് നിഫ്റ്റി സംബന്ധിച്ച്. താഴേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെ കൂടുതലായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ POC 56,600 എന്ന് പറഞ്ഞ കഴിഞ്ഞ POCയുടെ ഭാഗത്തേക്ക് വരുമെന്ന്, 601 ഭാഗത്തേക്ക് വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. തൊട്ടടുത്ത് വന്ന 618 ഭാഗത്തേക്ക് വന്ന് റിവേഴ്സ് ചെയ്ത് പോയി. ബാങ്ക് നിഫ്റ്റി നോക്കിയാലും കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ POC എന്ന് പറഞ്ഞാൽ 25,190 കഴിഞ്ഞ POC നിൽക്കുന്നത്. സോ പക്ഷേ അവൻ ഇതുവരെ വന്നു 25,320 തിരിച്ച് ഡബേന്ന് കയറിപ്പോയി. ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ ഓൾമോസ്റ്റ് അതിന്റെ POCയുടെ ഭാഗത്തേക്ക് ഒരു റിട്രേസ്മെന്റ് തന്നു തിരിച്ചു കയറിയാണ്. നിഫ്റ്റിക്ക് താഴേക്ക് വന്നിട്ടില്ല. നിഫ്റ്റിയുടെ ഈ ഇതൊരു ഹോൾ വീക്കിന്റെ ആണ്. ഈ ഹോൾ വീക്കിന്റെ POC നിൽക്കുന്ന 25,525 ഭാഗത്തും ബാങ്ക് നിഫ്റ്റിയുടെ POC നിൽക്കുന്ന 57,423 ഭാഗത്തും നിൽക്കുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. നിഫ്റ്റിയുടെ POC നിൽക്കുന്ന 25,525 ഭാഗത്താണ്. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം 25,525 ഭാഗത്തും. ബാങ്ക് നിഫ്റ്റി നിൽക്കുന്നത് നിങ്ങൾ നോക്കി അറിയാൻ പറ്റും 57,423 ഭാഗത്തോടെ നിൽക്കണം. ചുരുക്കി പറഞ്ഞാൽ ഒരു നോർമൽ ന്യൂട്രൽ എസ്റ്റീം ഡൗൺ ആണ് ബാങ്ക് നിഫ്റ്റി തന്നിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആണ്. POC മുകളിലെ ഭാഗത്തായതുകൊണ്ട് നമ്മുടെ ഈ വാല്യൂരിയ ലോ നിൽക്കുന്നത് 56,910. മാർക്കറ്റ് 56,910 മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം സ്പോട്ട് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി എങ്ങോട്ട് പോകണം എന്നെ സംബന്ധിച്ച് ഈ 57,423 ഭാഗത്തേക്ക് മാർക്കറ്റ് റിട്രേസ്മെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ
മീൻ റിവേഴ്ഷൻ എന്ന് പറയും. സോ 56,910 മുകളിൽ ബാങ്ക് നിഫ്റ്റി സ്പോട്ട് നിൽക്കുകയാണെങ്കിൽ 57,423 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ നിഫ്റ്റിയുടേത് നമ്മുടെ വാല്യൂ ഏരിയ ലോ വന്നിരിക്കുന്ന 25,434 സ്ഥാനത്താണ്. 25,434 സ്ഥാനത്ത് മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ 25,525 ഭാഗത്തും അതിന് മുകളിൽ 25,600 എന്ന് പറഞ്ഞാൽ നമ്മുടെ വാല്യൂ ഏരിയ ഹൈയുടെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലുണ്ട്. ഇതിനെ പറയുന്ന പേരാണ് മീൻ റിവേഴ്ഷൻ എന്ന് പറയും. മാർക്കറ്റ് മീൻ മുകളിൽ കിടക്കുന്നു, മാർക്കറ്റ് ക്ലോസ് താഴെയുണ്ട്, അതിന്റെ ലെവൽ പൊട്ടിയിട്ടില്ല എങ്കിൽ തിരിച്ച് റിവേർട്ട് ചെയ്യണം, മീൻ റിവേർഷൻ തരണം. ഇതിനെ പറഞ്ഞ പേരാണ് മീൻ റിവേർഷൻ എന്ന് പറയും. അതൊരു മാർക്കറ്റ് പ്രൊഫൈലിലെ ട്രേഡ് സെറ്റപ്പ് ആണ്. ഞാനത് യൂസ് ചെയ്യാറുള്ള ട്രേഡ് സെറ്റപ്പ് ആണ്, പൊസിഷനിൽ യൂസ് ചെയ്യാറുണ്ട്, ഇൻട്രാഡേക്ക് യൂസ് ചെയ്യാറുള്ള ട്രേഡ് സെറ്റപ്പ് ആണ് ആ ഒരു കാര്യം. സോ നമ്മുടെ മാർക്കറ്റ് ഇതാണ് എൻ്റെ ഒരു വീക്ക്ലി വ്യൂ. ഇപ്പൊ എങ്ങനെയാണ് വീക്ക്ലി വ്യൂ വരുന്നത്? 25,434 മുകളിൽ സ്പോട്ട് നിൽക്കുകയാണെങ്കിൽ 25,525 സ്ഥാനത്ത് മുകളിലോട്ട് ആ ഭാഗത്തേക്കും അതിന് മുകളിൽ 25,596 ഭാഗത്തേക്കും ഒരു വീക്ക്ലി വ്യൂ വരാം. അതേപോലെ ബാങ്ക് നിഫ്റ്റി എങ്ങനെയായിരിക്കും? 56,910 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 57,423 496 എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതാണ് എൻ്റെ ഒരു വീക്ക്ലി വ്യൂ. ഇപ്പം ബേറിഷ് വ്യൂ വരികയാണെങ്കിൽ വീക്കിന്റെ ഒരു ബേറിഷ് വ്യൂ നമുക്ക് ആക്ട് ചെയ്യണമെങ്കിൽ 56,910 താഴെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യണം. നിഫ്റ്റിയെ സംബന്ധിച്ച് എവിടെ വരണം? 25,434 താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റി ഒരു വീക്കിലി വ്യൂ എങ്ങോട്ട് വരാം? ഇതിനെ സംബന്ധിച്ച് നമുക്ക് എങ്ങോട്ട് വരാം? ഈ ഒരു POC ആയ 25,191 സ്ഥലത്ത് നിഫ്റ്റി 25,434 താഴെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഈ വീക്കിന്റെ കഴിഞ്ഞ ആഴ്ചത്തെ POC ആയ 25,191 സ്ഥാനത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. അതേപോലെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ എന്താണ്? 56,910 താഴെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യണമെങ്കിൽ ഈ ഒരു POC നിങ്ങൾ കണ്ടല്ലോ, 56,601 എന്ന് പറഞ്ഞാൽ ഈ ഒരു POCയുടെ സ്ഥാനത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് കൂടുതലാണ്. അപ്പൊ സോ അതിന്റെ രണ്ട് വ്യൂ ഞാൻ പറഞ്ഞു. മാർക്കറ്റ് 56,910 മുകളിൽ നിൽക്കുന്ന വ്യൂ ഞാൻ പറഞ്ഞു, 56,910 താഴെ നിൽക്കുന്ന വ്യൂയും പറഞ്ഞു. അതേപോലെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ എന്താണ്? 25,434 25,434 താഴെ നിൽക്കുന്ന വ്യൂ ഞാൻ പറഞ്ഞു, 25,434 മുകളിൽ നിൽക്കുന്ന വ്യൂയും പറഞ്ഞു. രണ്ട് വ്യൂ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു വീക്കിലി ഒരു പൊസിഷണൽ വേയിൽ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന രീതി നിങ്ങൾ പ്ലാൻ ചെയ്യുക, ട്രേഡ് ചെയ്യുക. ഇനി നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഡെയിലി കഴിഞ്ഞ വെള്ളിയാഴ്ച മാർക്കറ്റിൽ എന്ത് സംഭവിച്ചു, മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, നമുക്ക് ആദ്യം എന്താണ് ഡെയിലി എടുക്കാം. സോ നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ എടുക്കുന്ന സമയത്ത് നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് എന്താണ്? നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. നമ്മുടെ മാർക്കറ്റ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ന്യൂട്രൽ താഴേക്ക് പോയ മാർക്കറ്റ് റിവേഴ്സ് ചെയ്ത് മുകളിലോട്ട് വന്ന് ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ് വന്നിരിക്കുന്നത്. നമ്മുടെ POC വന്നിരിക്കുന്നത് 25,407 ഭാഗത്താണ് POC വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ POCകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. സോ 25 എന്താണ്? 25 നിഫ്റ്റിയുടെ POC വരുന്നത് 25,404 ഭാഗത്താണ് നമ്മുടെ POC. സോ ഞാൻ ആ POC ഒന്ന് മാർക്ക് ചെയ്യാം. എത്രയാണ്? 25,407 സോറി 25,407 ആണ് എന്നെ സംബന്ധിച്ചുള്ള POC. 25,407 ആണ് POC. ഞാൻ ആ POC ഒന്ന് ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് റഫറൻസ്. ബുള്ളിഷ് റഫറൻസ് എന്ന് പറയുമ്പോൾ 25,480 മുകളിൽ നിൽക്കുകയാണെങ്കിൽ, ഇന്നലത്തെ ഹൈക്ക് മുകളിൽ നിൽക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ബുള്ളിഷ് ആക്ട് ചെയ്യും. 25,480 മുകളിൽ സ്പോട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് റഫറൻസ് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് എന്താണ്? 25,526 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ POC വ്യാഴാഴ്ചത്തെ POC കണ്ടല്ലോ, വ്യാഴാഴ്ചത്തെ POCയുടെ ഭാഗത്തേക്ക് വരാം. എന്താണ്? 25,525 25,525 ഭാഗത്തേക്ക് വരാം. 25,525 ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എങ്ങോട്ട് പോകും? അടുത്ത ഹൈ ആയ 24,596 25,600 ഭാഗത്തേക്ക് 25,600 ഭാഗത്തേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ 25,480 മുകളിൽ സ്പോട്ട് നിൽക്കുകയാണെങ്കിൽ 25,525 25,600 ഭാഗത്തേക്ക് വരാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ സംബന്ധിച്ച് ഒരു ബെയറിഷ് റഫറൻസ് ഉണ്ടല്ലോ, താഴേക്ക് മാർക്കറ്റ് വരാണെങ്കിൽ എങ്ങോട്ട് പോകും? സോ എന്നെ സംബന്ധിച്ച് ബെയറിഷ് റഫറൻസ് എന്ന് പറഞ്ഞാൽ 25,347 താഴെ 25,347 25,347 താഴെ നിൽക്കുകയാണെങ്കിൽ ഞാൻ സെല്ലിംഗ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ആ സെല്ലിംഗ് എങ്ങോട്ട് പോവാം? എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,293 എത്രയാണ്? 25,293 25,293 ഭാഗത്തേക്ക് വരാം. 25,293 ഭാഗത്തേക്ക് വരാം. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ് ഇരിക്കുന്നത്. അതിന് താഴെ അടുത്ത ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 25,191 എന്താണ്? 25,191 ആ POCയുടെ ഭാഗത്തേക്ക് ഒരു ടെസ്റ്റ് ചെയ്തത് 25,191 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് മാർക്കറ്റ് എങ്ങനെയാണ്?
25,347 താഴെ നിൽക്കുകയാണെങ്കിൽ നിഫ്റ്റി എങ്ങോട്ട് വരാം? 25,293, 25,191 ഭാഗത്തേക്ക് വരാം. 25,480 മുകളിൽ നിൽക്കുകയാണെങ്കിൽ 25,525, 25,600 ഭാഗത്തേക്ക് മാർക്കറ്റ് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ബാക്ക് ടു ബാക്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് നോക്കാൻ ന്യൂട്രൽ സ്റ്റീം ഡൗൺ, ന്യൂട്രൽ സ്റ്റീം അപ്പ്. സോ ബാക്ക് ടു ബാക്ക് ന്യൂട്രൽ സ്റ്റീം ഡേയ്സ് ആയതുകൊണ്ട് there is a chance of a trend day എനിക്ക് പ്രതീക്ഷയുണ്ട്. ഈ വരാൻ പോകുന്ന വീക്കിൽ ഈ വരുന്ന വീക്കിൽ വേണമെങ്കിൽ ഒരു ട്രെൻഡ് ഡേയുടെ മൂവ്മെന്റ് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ അത് പ്രതീക്ഷിച്ച് നമ്മുടെ മാർക്കറ്റിലിരിക്കുക, വോളിയത്തിനെ ഫോളോ ചെയ്യുക, ട്രേഡ് ചെയ്യുക, യൂസ് ചെയ്യുക. ഇനി നമുക്ക് നോക്കേണ്ട ബാങ്ക് നിഫ്റ്റി വന്നതുപോലെ ബാങ്ക് നിഫ്റ്റി വ്യാഴാഴ്ച ന്യൂട്രൽ സ്റ്റീം അല്ല, നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച സംഭവിച്ചിരിക്കുന്നത് ന്യൂട്രൽ സ്റ്റീം അപ്പാണ്. സോ ന്യൂട്രൽ സ്റ്റീം അപ്പ് നമ്മൾ എപ്പോഴും ഓർത്തോ, ന്യൂട്രൽ സ്റ്റീം ഡേയ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫോളോ അപ്പ് തരാറില്ല. ഒരു 10% മാത്രമേ ഫോളോ അപ്പ് തരാറുള്ളൂ. സോ ന്യൂട്രൽ സ്റ്റീം ഡൗൺ അപ്പ് ഡേ ആണ്. നമ്മുടെ പി ഒസ് നിൽക്കുന്ന 56,806 ഭാഗത്താണ് പി ഒസ് നിൽക്കുന്നത്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഈ പി ഒസ് ഒന്ന് മാർക്കറ്റ് ചെയ്യാം. 56,806 ഭാഗത്താണ് പി ഒ സി, 56,806 ഭാഗത്താണ് പി ഒ സി. ഞാൻ ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് റഫറൻസ്. ബുള്ളിഷ് റഫറൻസ് എന്നെ സംബന്ധിച്ച് 57,143 മുകളിൽ മാത്രമേ ഞാൻ ഇനി ബൈ എടുക്കുള്ളൂ. എത്രയാണ്? 57,143. 57,145 വയ്ക്കാം, രണ്ടുപേര് കൂട്ടി വയ്ക്കാം. 57,145, 57,145 മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ എന്ത് എടുക്കും? ഞാൻ ബൈ എടുക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ആ ബൈ എന്ന് ആദ്യം മാറ്റുക. എന്താണ് ബൈ ഒക്കെ താഴേക്ക് ഒന്ന് മാറ്റി 57,145 മുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് ബൈ എടുക്കാം. സോ ആ ബൈയുടെ ഫസ്റ്റ് ടാർഗറ്റ് എന്താണ്? ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പി ഒ സി ആയ 57,320, 57,320, 57,320 ആണ് ഫസ്റ്റ് ടാർഗറ്റ്. 57,320, 57,320 ആണ് നമ്മുടെ ആദ്യത്തെ ടാർഗറ്റ്. അത് ഞാൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചു. ഇനി അടുത്ത് നോക്കേണ്ടത് അടുത്ത ലെവൽ എന്താണ്? അടുത്ത ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത വരുന്ന 57,550. എത്രയാണ്? 57,550. പഴയ ഒരു എന്താണ് ഒരു നമ്മുടെ ഒരു ബുള്ളിഷ് റഫറൻസ് ആയിരുന്ന സാധനമാണ്. അപ്പൊ ബേറിഷ് ആയിട്ട് മാറി. സോ അതാണ് നമ്മൾ ഇനി അടുത്ത എത്രയാണ്? 57,550 അല്ല, ഒരു കാര്യം ചെയ്യാം, നമുക്ക് 550 വരാം. 57,496 പഴയ ഒരു വാല്യൂ ഏരിയ ഹൈ ആണ്. അവിടെ നിന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഗ്യാപ്പ് അടിച്ച് താഴേക്ക് വന്നു. ഗ്യാപ്പ് അല്ല, ഒരു സെല്ലിംഗ് പ്രഷറോടുകൂടി വ്യാഴാഴ്ചയോട് വന്നു. സോ 57 ഇത് ബുധനാഴ്ചത്തെ പ്രൊഫൈലാണ്. ഇപ്പൊ 57,496 ഭാഗത്തേക്ക് പോകും. ചുരുക്കി പറഞ്ഞാൽ 57,145 മുകളിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ, ബാങ്ക് നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ 57,320, 57,496 ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാം. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ പി ഒ സി 57,476 ഭാഗത്ത് ആ ഭാഗത്തന്നെ ആ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് അവനെ സംബന്ധിച്ച് ഇനി നമുക്ക് ഇനി സെല്ലിംഗ്. സോ ഇത് ഈ 56,768 താഴെ മാത്രമേ നമുക്കിനി 6 സെല്ലുള്ളൂ. എത്രയാണ്? 56,689 താഴെ മാത്രമേ നമുക്കിനി സെല്ലിംഗ് ഉള്ളൂ. അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 56,586, 56,586 ഭാഗത്ത് അവിടെ ചെറിയൊരു സപ്പോർട്ട് ഉണ്ട്. ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം. അതിന് താഴെ നിൽക്കുകയാണെങ്കിൽ അടുത്ത എത്രയാണ്? 56,410. എത്രയാണ്? 56,410 ഭാഗത്തേക്ക് വരാം. 56,410 അതിന്റെ ഭാഗത്തേക്ക് വരാം. അത് പൊട്ടുകയാണെങ്കിൽ അടുത്തൊരു ലെവൽ എവിടെ വരാം? നമ്മൾക്ക് അതിന് താഴെ നിങ്ങൾ സസ്റ്റെയിൻ ചെയ്യുക. നിങ്ങൾ ഓർത്തോളുക, ഈ പി ഒ സി അതായത് മൺഡേ 23 ജൂണിന്റെ പി ഒ സി ആയ 55,955 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ മാർക്കറ്റ് ഏത് പൊട്ടുമ്പോൾ ഈ 56,410 പൊട്ടുകയാണെങ്കിൽ 55,955 ഭാഗത്തേക്ക് ഒരു നോ മാർക്കിംഗ് സോണാണ് ട്രേഡിങ്ങിന്റെ. ആ ഭാഗത്തേക്ക് ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഇതെല്ലാം സ്പോട്ട് ലെവൽസ് ആണ്. സ്പോട്ടിൽ നിങ്ങൾ മാർക്ക് ചെയ്യുക, ലെവൽ വ്യക്തമായി നിങ്ങൾ യൂസ് ചെയ്യുക, അതനുസരിച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. നമുക്കിനി നോക്കേണ്ടത് ഈ ആഴ്ചത്തെ ന്യൂസ്. സോ ഇക്കണോമിക് കലണ്ടർ പ്രകാരം നമുക്ക് എന്തെങ്കിലും ന്യൂസ് ഉണ്ടോ എന്നൊക്കെ നോക്കണം. കാര്യങ്ങൾ കൃത്യമായി നമ്മൾ നോക്കിയില്ലേ മാത്രമേ കാര്യമുള്ളൂ. സോ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഈ വീക്കിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, ജൂലൈ 6 ശേഷം ജൂലൈ 7 മൺഡേ ആണ് നാളെ GBPയെ കുറിച്ച് ന്യൂസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യ മാർക്കറ്റിനെ ബാധിക്കുന്ന ന്യൂസുകളൊന്നുമില്ല, അമേരിക്കയുടെ ന്യൂസുകളൊന്നുമില്ല. ജൂലൈ 8 ട്യൂസ്ഡേ നോക്കുകയാണെങ്കിൽ ട്യൂസ്ഡേയിലും അങ്ങനെ വലിയ ന്യൂസ് ഒന്നുമില്ല. യുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. വെനസ്ഡേയിൽ നോക്കുന്ന സമയത്ത് വെനസ്ഡേ നമ്മുടെ മാർക്കറ്റിനെ ബാധിക്കുന്നില്ല. എന്തിരി മണി സപ്ലൈയെ കുറിച്ചുള്ള ചെറിയൊരു ന്യൂസ് ഉണ്ട്, RBIയുടെ ന്യൂസ് ആണ്. വൈകിട്ട് ക്രൂഡ് ഓയിലിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. 10 ഇയറിന്റെ നോട്ടും പിന്നെ FOMC മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഈ ബുധനാഴ്ച വന്ന് FOMCയുടെ മീറ്റിംഗ് മിനിറ്റ്സ് ഉണ്ട്.
വ്യാഴാഴ്ച നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ന്യൂസ് ഇല്ല. അമേരിക്കൻ മാർക്കറ്റിലെ ജോബ്ലെസ് ക്ലെയിംസിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. ഫ്രൈഡേയിൽ നമ്മളെ PCCA തോംസൺ റൂട്ടേഴ്സിന്റെ PCCA റിപ്പോർട്ട് നമുക്ക് ഇന്ത്യയുടെ വരുന്നുണ്ട്. അപ്പൊ അത് വലിയ രീതിയിൽ ബാധിക്കുന്നില്ല. അമേരിക്കയുടെ 40 ദൂരം. ചുരുക്കി പറഞ്ഞാൽ ഈ ആഴ്ചയിൽ നമുക്ക് നോക്കുന്ന അമേരിക്കയുടെ ജോബ്ലെസ് ക്ലെയിമുകളും പിന്നെ FOMCയുടെ മീറ്റിംഗ് മിനിറ്റ്സും ഉണ്ട്. പിന്നെ നമ്മുടെ ഇൻഡോ അമേരിക്കൻ ബൈലാറ്ററൽ ട്രേഡ് ഇഷ്യൂ ഉണ്ടല്ലോ, ആ ട്രേഡ് ഡീലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെ വരാൻ പോകുന്നു, എന്തൊക്കെയാണ് ഓഫർ, ഇന്ത്യ എന്തോ റിവേഴ്സൽ റിട്ടേൺ താരിഫ് ഒക്കെ കൊടുക്കാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മാർക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാർക്കറ്റ് ബേസ് ഇപ്പോഴത്തെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ട്രംപിന്റെ ട്വീറ്റിനോ ട്രംപിന്റെ സ്പീച്ചിനോ നമ്മുടെ മാർക്കറ്റ് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ ഫൈനലി എനിക്ക് പറയാനുള്ളത് ജെയിൻ സ്ട്രീറ്റിന്റെ ഇഷ്യൂവിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേൾക്കുന്നു. ജെയിൻ സ്ട്രീറ്റിനെ സെബി ബാൻ ചെയ്തു, ബാർ ചെയ്തു. ഇന്ത്യയിലുള്ള എല്ലാ ഇൻഡിവിജ്വൽസിനും ഇനി ഇന്ത്യ മാർക്കറ്റിൽ ഓപ്പൺ ചെയ്യുന്നതിന് ബാർ ചെയ്തിട്ടുണ്ട്. അവരെ ഏകദേശം 5000-ഓളം കോടി രൂപ അവരുടെ അസറ്റ്സ് ഇവിടെ ഫ്രീസ് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വന്നിട്ടുണ്ട്. സെബി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വോളിയത്തിന്റെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ NSE നടക്കുന്ന ഓപ്ഷൻസിന്റെ വോളിയത്തിലെ 10% പ്രൊവൈഡ് ചെയ്യുന്നത് ഈ വരുന്ന ജെയിൻ സ്ട്രീറ്റ് ആണ്. സോ സ്വാഭാവികമായിട്ടും 10% പോകുന്ന സമയത്ത് ഒരു വോളിയത്തിന്റെ ഒരു ഡ്രാസ്റ്റിക് ആയ ഡൗൺവേർഡ് മൂവ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതൊരു എന്നെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായ ഘടകമാണ്. കാരണം ഈ ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് വൾഗർ ആയിട്ടുള്ള മാർക്കറ്റ് മൂവ്മെന്റ്സും മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റ് മൂവ്മെന്റ്സ് ഒക്കെ മാർക്കറ്റിൽ വരുന്ന സമയത്ത് അതിൽ നിന്നുള്ള ആ പ്ലേയേഴ്സിന് മാർക്കറ്റ് ഔട്ടാക്കി കളയുന്ന സമയത്ത് എനിക്ക് എന്തായാലും മാർക്കറ്റിൽ അത് പോസിറ്റീവായ രീതിയിലേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓളിതിന് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡൗൺവേർഡ് വരാം. അങ്ങനെയാണ് ബ്രോക്കിംഗ് ഫേംസും മറ്റേ ന്യൂവാമയൊക്കെ അടിച്ചത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഒരു ന്യൂസ് പ്രകാരം, എനിക്ക് കിട്ടിയ ന്യൂസ് പ്രകാരം പ്രോപ്പ് ഡെസ്കുകളൊന്നും ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ആക്റ്റീവ് അല്ല. പ്രത്യേകിച്ച് സെബിയുടെ ഈ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം അവരെ പല പ്രോപ്പ് ഡെസ്കുകളും സെബിയുടെ അണ്ടറിൽ എന്താണ് ഈ മൈക്രോസ്കോപ്പിന് അണ്ടറിൽ നിൽക്കുകയാണ്. സോ അതുകൊണ്ട് പ്രോപ്പ് ഡെസ്കുകളൊന്നും പൊതുവെ ഇപ്പൊ മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിൽ ആ ഒരു വോളിയത്തിന്റെ ഒരു വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള വോളിയം കുറഞ്ഞൊരു മാറ്റമാണ് കാണുന്നത്. പക്ഷേ മാർക്കറ്റ് ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഇവിടെ ട്രേഡ് ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് ട്രേഡ് ചെയ്യണം, പ്രോപ്പിന് ട്രേഡ് ചെയ്യണം, HNIക്കും HFTക്കും FPSക്കും FISനൊക്കെ ട്രേഡ് ചെയ്യണം. അപ്പൊ സ്വാഭാവികമായിട്ട് മാർക്കറ്റിലേക്ക് അവരെല്ലാം വരും. ആദ്യത്തെ ഒരു കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വീക്കുകൾ ഇതിന്റെ ഒരു ഡ്രോ ബാക്കുകൾ മാർക്കറ്റിലേക്ക് വരും. അത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം കരുതലോടുകൂടി പയ്യെ 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 പുലി പതുങ്ങുന്നത് പേടിച്ചല്ല ഇര പിടിക്കാനെന്ന് പറയുമ്പോല്ല, നമുക്ക് മാർക്കറ്റിൽ നിന്ന് വോളിയം കുറയട്ടെ, നമുക്കൊന്ന് പയ്യെ പയ്യെ പതുങ്ങി 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 നിന്ന് നമുക്ക് ഇര പിടിക്കാൻ മാക്സിമം ശ്രമിക്കാം. സോ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി വീക്കെൻഡ് ടു ഓൾ ഓഫ് യു. ബൈ ബൈ.